ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ബുദ്ധിമുട്ട് തരുന്ന ഒന്നാണ് കൊതുകുകൾ. അപ്പോൾ കൊതുകുകളെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മുക്കിലും മുലയിലൊക്കെ വന്നിരിക്കും മഴക്കാലത്ത്. അപ്പോൾ നമ്മൾ എത്ര നെറ്റ് ജനലിലും വാതിലൊക്കെ കെട്ടിയാലും കൊതുക് ഉള്ളിലേക്ക് വരാതിരിക്കില്ല. അപ്പോൾ അതിനെ തുരത്തി ഓടിക്കും, കൂട്ടത്തോടെ ഓടിക്കാനായിട്ടുള്ള ടിപ്സാണത്. അപ്പോൾ അത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ കൊതുകിനെ ഓടിക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലെ കണ്ടാവും കുറച്ച് തുണികൾ വേണം. ഇനി വേണ്ടതാണ് കണ്ടോ ആര്യവേപ്പില. ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ലതാണ് കൊടുക്കാൻ പറ്റും. പിന്നെ വേണ്ടതാണ് വെളുത്തുള്ളി. ഇതാ ഇനി ഇതുപോലത്തെ പച്ചമഞ്ഞൾ വേണം. പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പൊടിയായാലും മതി, മഞ്ഞൾപ്പൊടി. ഇനി ഇത് പെരിഞ്ചീരകം. അപ്പോൾ അത് ഒന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊതുകിൻ്റെ ശല്യം കൂടുമ്പോഴേക്കും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. വീടിൻ്റെ ഉള്ളിലേക്ക് കൊതുകുകളെ കടക്കില്ല. ഇതാ ഉണ്ടോ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ കൊതുകിൻ്റെ ശല്യം കൂടുമ്പോഴേക്കും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു കൊതുക് പോലും വരില്ല കേട്ടോ. നമ്മൾ എവിടെയാണ് കിടക്കുന്ന റൂമെന്ന് വെച്ചാൽ അവിടെയൊക്കെ കത്തിച്ച് വയ്ക്കാം. രാത്രി ഒരു സന്ധ്യ സമയത്താണ് കൊതുകുകൾ കൂടുന്നത്, പെരുകണത്. അപ്പോൾ ആ സമയത്ത് കത്തിച്ച് വയ്ക്കാം. രാവിലെ ആകുമ്പോഴേക്കും അവർ പൊക്കോളും. പിന്നെ എവിടെയെങ്കിലും മുക്കിലും മുലയിലൊക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യാൻ നോക്കാം. ഇതാ ഇതുപോലെ എടുത്തിട്ട് കുറച്ചായിട്ട് ഈ തുണിയിൽ വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. അപ്പോൾ എവിടെയാണ് കൊതുക് ശല്യം എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കാം. നമ്മുടെ റൂമിലാണല്ലോ, നമ്മൾ എത്ര വലയിട്ട് നെറ്റിട്ട് കെട്ടി കൊടുത്താലും, ഡോറിന് നെറ്റൊക്കെ ഉണ്ട് ഇപ്പോൾ, അതൊക്കെ കെട്ടി കൊടുത്താലും നമ്മുടെ വീട്ടിൽ കൊതുക് എന്തായാലും വരും, ഉള്ളിലോട്ട് വരും. കണ്ടോ ഇതുപോലെ വെച്ചിട്ടുണ്ട്. എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ അതായത് ഇതുപോലെ 2 ചിരാതെടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് വയ്ക്കാം. കണ്ടോ അതുകൊണ്ട് അമർത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒഴിക്കുന്നതാണ് എണ്ണ. ഉണ്ടോ, ഒന്നെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാം. പക്ഷേ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ വേപ്പെണ്ണ ഉണ്ടല്ലോ, വേപ്പെണ്ണ, അതാണ് നല്ലത്. അത് കിട്ടണമെങ്കിൽ അത് ഒഴിച്ചാൽ മതി കേട്ടോ. നിറച്ച് മുങ്ങിക്കിടക്കണം, അത് എണ്ണ ഒഴിക്കാം. അവിടെ അമർന്നിരിക്കട്ടെ. പകലൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് വയ്ക്കുക, രാത്രി ആകുമ്പോഴേക്കും കത്തിച്ച് വയ്ക്കാം. അപ്പോൾ കൊതുക് പരമാവധി പോയി കിട്ടും. ഇതിപ്പോൾ വലിയ വിഷമമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ കേട്ടോ. കണ്ടോ നമുക്ക് എത്ര ബെഡ്റൂം ഉണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം കൊണ്ട് ഇതുപോലെ കത്തിച്ച് വയ്ക്കാം.